എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് കെന്നറ്റ് ആൻഡേഴ്സൻ്റെ ഒരു വേട്ടക്കഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ജിം കോർബറ്റിൻ്റെ ഒരു വേട്ടക്കഥയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ചുറ്റും വന്യമായ കാട്, നിങ്ങളുടെ ഒരു ചെവിക്ക് തീരെ കേൾവിയില്ല, തലയ്ക്കുള്ളിലാണെങ്കിൽ അസഹനീയമായ വേദനയും. അത്തരമൊരു അവസ്ഥയിലാണ് ജിം കോർബറ്റ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നരഭോജിയായ കടുവയെ നേരിടാൻ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. ഇത് വെറുമൊരു കടുവയല്ല, 8-10 വർഷമായി താലാദേശ് എന്ന പ്രദേശത്ത് വിഹരിച്ചു നടന്ന നരഭോജിയായ ഒരു കടുവയാണ്. അതിനോടകം അവൻ പച്ചയ്ക്ക് കൊന്നു തിന്നത് 150-ലധികം വരുന്ന ആളുകളെയാണ്. ഒരു ചെറിയ ചുവട് പിഴച്ചാൽ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വൈകി തോക്ക് പൊട്ടിയാൽ മരണം ഉറപ്പാണ്. കോർബറ്റിൻ്റെ കൂടെ ഒരു കൊച്ചു പയ്യനും ഉണ്ടായിരുന്നു ആ സമയം. ആ പയ്യന് ഒരു കഥ പറയാനുണ്ട്. അതെന്തെന്നാൽ, അവൻ്റെ മുന്നിൽ വെച്ചാണ് അവൻ്റെ സ്വന്തം അമ്മയെ ആ കടുവ കൊന്നു കൊലപ്പെടുത്തി വലിച്ചിഴച്ചു കൊണ്ടുപോയത്. നിർഭാഗ്യവാനായ ആ പയ്യന് ആ കാഴ്ച നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ജിം കോർബറ്റും ആ ചെറിയ പയ്യനും അവിടെയുള്ള വലിയ പുലികൾക്കിടയിലൂടെ തങ്ങളുടെ ശ്വാസം അടക്കിപ്പിടിച്ച് ഇഴഞ്ഞു നീങ്ങുകയാണ്. അവർക്ക് ചുറ്റും മരണത്തിൻ്റെ നിശബ്ദത മാത്രമായിരുന്നു. പക്ഷേ കോർബറ്റിന് ഒരു കാര്യം വ്യക്തമായി അറിയാം: ആ നരഭോജി തങ്ങളുടെ അടുത്ത് എവിടെയോ ഉണ്ട് എന്ന്. ഇനിയും ഒരിക്കൽ കൂടി ആ കടുവ തങ്ങളുടെ മുന്നിൽ വന്നാൽ, ലക്ഷ്യം പിഴച്ചാൽ, ആ പയ്യൻ്റെയും കോർബറ്റിൻ്റെയും ജീവൻ അവിടെ അവസാനിക്കും. അവരുടെ മാത്രമല്ല, ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതാകുകയും ചെയ്യും. അങ്ങനെ പതിയെ അവർ ആ കുന്നിൻ ചെരുവിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അങ്ങനെ അവസാനം ആ കുന്നിൻ ചെരുവിൻ്റെ മുകളിലേക്ക് അവർ എത്തുകയും താഴേക്ക് എത്തി നോക്കുകയും ചെയ്തു. അപ്പോൾ താഴെ ഉണ്ടായിരുന്ന പുൽക്കാടിനുള്ളിൽ കൂടി ഒരു ചുവന്ന രൂപം നീങ്ങുന്നത് അദ്ദേഹം വ്യക്തമായി തന്നെ കണ്ടു. തൻ്റെ റൈഫിൾ അവിടേക്ക് ചൂണ്ടി. അപ്പോഴാണ് ആ കാഴ്ച അദ്ദേഹം കാണുന്നത്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ജിം കോർബറ്റിൻ്റെ ഒബ്നിമസ് എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള താലാദേശ് മാനീറ്റർ എന്ന കഥയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഹിമാലയൻ താഴ്വരകളിലെ ബിന്ദുക്കേര എന്ന ആ മായക്കാഴ്ചയുടെ ചുവട്ടിലേക്ക് ഒരിക്കലെങ്കിലും വന്നവർക്ക് പിന്നെ മറ്റൊരിടവും അത്ര സുന്ദരമായി തോന്നില്ല. പ്ലാഷിൻ മരങ്ങൾ കാട്ടുതീ പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ തണലിൽ വെളുത്ത തുണിയുടെ ടെൻറ്റുകൾ അടിച്ച് അതിൻ്റെ താഴെ ക്യാമ്പ് ചെയ്യുമ്പോൾ ആ സമയം അവിടെ നിന്നും അനുഭവിക്കുവാൻ കഴിയുന്ന ഒരുതരം ഗന്ധമുണ്ടല്ലോ, അത് കാടിൻ്റെ ആത്മാവിൻ്റെ മണമാണ്. അവിടുത്തെ മരങ്ങളുടെ ചില്ലുകളിൽ 100 കണക്കിന് കിളികൾ വന്നിരിക്കാറുണ്ട്. അവ ഓരോ തവണയും അവയുടെ ചിറകുകൾ അടിക്കുമ്പോഴും ആ മരത്തിൽ നിന്നും ഓറഞ്ച് നിറമുള്ള പൂക്കൾ താഴേക്ക് അടർന്നു വീണുകൊണ്ടിരിക്കും. അങ്ങനെ വീഴുന്ന ആ പൂക്കളുണ്ടല്ലോ, ആ ടെൻറ്റിന് ചുറ്റും ഒരു ചുവന്ന പരവതാനി വിരിച്ചതുപോലെ അങ്ങനെ വീണ് കിടക്കും. ഇനിയിപ്പം ടെൻറ്റിന് പുറത്തേക്കിറങ്ങി ദൂരേക്ക് നോക്കിയാൽ നീലാകാശത്തെ മുട്ടാൻ നിൽക്കുന്ന ഹിമാലയ കൊടുമുടിയും അവയുടെ മുകളിൽ വെള്ളി പൂശിയ പോലെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന മഞ്ഞും കാണാൻ സാധിക്കും. ഫെബ്രുവരി മാസത്തിൻ്റെ ആ തണുപ്പിൽ ബിന്ദുക്കേരയിൽ ഞങ്ങൾ ക്യാമ്പ് ചെയ്യുമ്പോൾ കാട് അതിൻ്റെ വന്യമായ സൗന്ദര്യം മുഴുവൻ വാരി വിതറി നിൽക്കുകയായിരുന്നു. അവിടെ 12 മൈൽ നീളത്തിലും 10 മൈൽ വീതിയിലും പരന്നു കിടക്കുന്ന ഒരു പുൽമേടുണ്ട്. സർ ഹെൻറി റാംസെ കുമിയോൺ ഭരിച്ചിരുന്ന കാലത്ത് തഴച്ചു വളർന്നിരുന്നത് കൃഷിയിടങ്ങളായിരുന്നു. എന്നാൽ കാലം മാറിപ്പോയി. ആ കൃഷിയിടങ്ങൾ കാടിന് വഴിമാറി. വെറും 3 ഗ്രാമങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. ഇവിടുത്തെ ഈ കാടിന് നടുവിലൂടെ ഒരു ചെറിയ അരുവി ശാന്തമായി ഒഴുകുന്നുണ്ട്. അതിൻ്റെ കരയിൽ പുള്ളി പോലെ ചിലയിടങ്ങളിൽ ചെറിയ കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കും. അവ മാത്രമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് അവശേഷിക്കുന്നത്. ഞങ്ങൾ ഇവിടെ എത്തുന്നതിനും ഏകദേശം ആഴ്ചകൾക്ക് മുന്നേ ആ വലിയ പുൽമേടിന് ആരോ തീയിട്ടിരുന്നു. കരിഞ്ഞ പുല്ലിൻ്റെ കയ്പുള്ള ഗന്ധം വായുവിൽ
ഇപ്പോഴും തങ്ങി നിൽപ്പുണ്ട്. അവിടുത്തെ ആ വലിയ പുൽമേടിന് തീ പിടിച്ചു എങ്കിലും തീ തൊടാത്ത ചെറിയ ചെറിയ പുല്ലിൻ്റെ തുരുത്തുകൾ അവിടെ കൃത്യമായും വ്യക്തമായും കാണാൻ സാധിക്കും. അങ്ങനെ നടുവിൽ കാണുന്ന പുൽത്തുരുത്തുകളിലായിരിക്കാം തീയെ ഭയന്നുകൊണ്ട് വന്യമൃഗങ്ങൾ കയറി ഒളിച്ചിരിക്കുക. അങ്ങനെ ആ കരിഞ്ഞ പുൽക്കാടിന് നടുവിലേക്ക് വന്യമൃഗങ്ങളെ തിരിഞ്ഞു പോകുവാൻ പറ്റുന്ന ബിന്ദുക്കേരയേക്കാൾ നല്ലൊരിടം മറ്റെങ്ങുമില്ല. നിങ്ങൾക്കറിയാമോ, ആ തറായി മേഖലയിലെ നീളമേറിയ പുല്ലുകൾക്കിടയിലൂടെ നല്ലപോലെ പരിശീലനം ലഭിച്ച ആനയുടെ പുറത്തേറി നായാട്ടിന് പോകുമ്പോൾ കിട്ടുന്ന ഒരനുഭവമുണ്ടല്ലോ, അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനാകില്ല. ഇങ്ങനെയുള്ള ഈ നീളൻ പുല്ലുകൾക്കിടയിലൂടെ ഒരു പകൽ മുഴുവൻ ചെലവഴിച്ചാലും അവസാന നിമിഷത്തിൽ പോലും നമ്മുടെ ആവേശം ഒരു തരി പോലും അണഞ്ഞു പോകില്ല. ഓരോ നിമിഷവും നമ്മുടെ സിരകളിൽ അത് രക്തം തിളപ്പിക്കും. ഈ പുൽമേടുകളിൽ മറഞ്ഞു കിടക്കുന്ന എത്ര തരം മൃഗങ്ങളുണ്ടെന്നോ എത്ര തരം പക്ഷികളുണ്ടെന്നോ ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ. ഞങ്ങളുടെ സംഘത്തിൽ 9 തോക്കുധാരികളും 5 കാണികളുമാണുള്ളത്. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ അവിടേക്ക് പോകുവാൻ ഇറങ്ങും. അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ആനകളെയാണ്. വനത്തിലേക്ക് വേട്ടയാടാൻ പോകുന്നതിന് മുന്നേ ആനകളെ അവിടെ വരിവരിയായി നിർത്തും. അവയുടെ പുറത്ത് ഹൗസിങ്ങുകൾ ഉറപ്പിക്കും. അത് വലിയൊരു ചടങ്ങാണ്. അതുപോലെ തന്നെ ഓരോ 2 തോക്കുധാരികൾക്കും നടുവിലായി സാധനങ്ങൾ ചുമക്കുന്ന ഒരു സാധാരണ ആനയെ നിർത്തും. അതിനെ വിളിക്കുക ആടെന്നാണ്. ഞാൻ മധ്യഭാഗത്തുള്ള ആനയുടെ പുറത്താണ് ഇരുന്നത്. എൻ്റെ ഇരുവശങ്ങളുമായി 4 ആനകളും 4 പാടാനകളും ഉണ്ടായിരുന്നു. അവ വരിതെറ്റാതെ നിൽക്കുകയാണ്. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ ഞങ്ങൾ വരിവരിയായി തന്നെ ആ വനത്തിനുള്ളിലേക്ക് ഞങ്ങളുടെ യാത്ര തുടർന്നു. പുലർക്കാലത്ത് ആ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജമുണ്ടല്ലോ, അതൊരു ഷാമ്പെയിൻ കുടിച്ചാലും കിട്ടാത്ത അത്രയും ലഹരിയാണ് നമുക്കുള്ളിലേക്ക് നൽകുന്നത്. അത് മനുഷ്യരുടെ മാത്രം കാര്യമല്ല, അവിടെയുള്ള പക്ഷികളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അവയെല്ലാം അത്രമേൽ ഉന്മേഷത്തിലായിരിക്കും. എന്നാൽ വനമല്ലേ, പക്ഷികൾ ധാരാളമായി ഉണ്ടല്ലോ, അവയെ ഏതെങ്കിലുമൊക്കെ വെടിവെച്ചിടാമെന്ന് കരുതി അത്രമേൽ വേഗത്തിൽ തോക്കെടുത്ത് അവയ്ക്ക് നേരെ ചൂണ്ടിയാൽ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് അവയെല്ലാം എവിടേക്കെങ്കിലും പറന്നു പോകും. ഒരു ചെറിയ പഴഞ്ചൊല്ലുണ്ട് നായാട്ടുകാർക്കിടയിൽ. എടുത്തുചാട്ടം കാണിക്കുന്ന നായാട്ടുകാരൻ്റെ സഞ്ചി എപ്പോഴും കാലിയായിരിക്കും. കാത്തിരിപ്പാണ് കാടിൻ്റെ നിയമം. നായാട്ടുകാരൻ്റെ ആദ്യത്തെ ഏതാനും മണിക്കൂറുകളിലും അവസാനത്തെ നിമിഷങ്ങളിലും ഇരയെ കിട്ടുക എന്നത് വളരെ പ്രയാസമാണ്. അവസാന മണിക്കൂറുകളിൽ നമ്മളുടെ കണ്ണുകളിലെ പേശികൾ അത്രമേൽ തളർന്നിട്ടുണ്ടാകും. അതുപോലെ നായാട്ടുകാരൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടാനും തുടങ്ങിയിരിക്കും. അങ്ങനെ ഞങ്ങൾ വനത്തിനുള്ളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് മുന്നിലേക്ക് ഒരു കേഴമാൻ വന്നുപെട്ടു. പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം അതായിരുന്നു. പക്ഷെ അവൻ ഞങ്ങളെ വെട്ടിച്ചുകൊണ്ട് കാടിൻ്റെ ഉള്ളിലേക്ക് ഓടിമറഞ്ഞു. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പുൽമേടിൻ്റെ ഉള്ളിലേക്ക് കാടിൻ്റെ ഒരു ഭാഗം നാവ് പോലെ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. മയിലുകളും കാട്ടുകോഴികളും ധാരാളമായി കാണപ്പെടുന്ന ഒരിടം കൂടിയായിരുന്നു ഇത്. എന്നാൽ ഈ പ്രദേശത്തിന് ഒരു പ്രശ്നമുണ്ട്. അവിടെ നിറയെ ആഴമേറിയ അരുവികളും കുഴികളുമായിരുന്നു. അങ്ങനെയുള്ള ഈ പ്രദേശത്തുകൂടി ആനകളെ വഴിതെറ്റിക്കാതെ കൊണ്ടുപോകുക എന്നത് അസാധ്യമായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർക്കും ഈ കാട്ടിലെ ഈ ചതിക്കുഴികളെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് ആനകളെ അങ്ങോട്ട് ഇറക്കാൻ ഞങ്ങൾ ഭയന്നു. ഇറക്കണ്ടാന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും വിൻഹാമും ഇവിടെ നായാട്ടിന് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ വെച്ച് അപൂർവങ്ങളിൽ അപൂർവമായ കാർഡൻ ബാറ്റിനെ ഞങ്ങൾ കാണാൻ ഇടയായത്. അത് ഒരുതരം വവ്വാലാണ്. ആദ്യമായി ഞങ്ങൾ കണ്ടത് ഈ പുല്ലുകൾക്കിടയിലൂടെ അത് പറന്നുയരുന്നതാണ്. ചിത്രശലഭങ്ങളെപ്പോലെ അതിസുന്ദരമായ വവ്വാലുകളാണ് അവ. ഈ നീളമേറിയ പുല്ലുകൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവയെ ഞങ്ങൾ കാണാൻ ഇടയായത്. വീണ്ടും ഞങ്ങൾ അവിടെ നിന്നും കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് സഞ്ചരിച്ചു. അവിടെ ഒരിടം എത്തിയപ്പോഴേക്കും ആനകളെ നിർത്താൻ ഞാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ വിശ്രമിച്ചു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു. 17 ആനകളും ഓരോ താളത്തിൽ ആ പുൽമേടുകൾക്കിടയിലൂടെ അവയെ വകഞ്ഞു മാറ്റി മുന്നിലേക്ക് നടന്നു തുടങ്ങി. വലിയ ആനകളുടെ കാലിനടിയിൽപ്പെട്ട് പുല്ലുകൾ ചതഞ്ഞരയുന്ന ശബ്ദം വ്യക്തമായി ഇപ്പോൾ കേൾക്കാൻ സാധിക്കും. ആനയുടെ ഗന്ധവും കരിഞ്ഞ പുല്ലിൻ്റെ ചവർപ്പും ഈർപ്പമുള്ള മണ്ണിൻ്റെ മണവും കലർന്ന് ആ അന്തരീക്ഷം വല്ലാത്ത ഒരു വന്യത അവിടെ സൃഷ്ടിച്ചു.
എവിടെയാണ് പുല്ലിൻ്റെ കനം കൂടുന്നത് അവിടെ ആനകൾ തമ്മിലുള്ള അകലം 100 വാരയായി ഞങ്ങൾ ചുരുക്കി. എന്നാൽ പുല്ലിൻ്റെ ഉയരം കുറയുന്നതനുസരിച്ച് ആനകൾ തമ്മിലുള്ള അകലം 200 വാരയോളം ഞങ്ങൾ അകറ്റുകയും ചെയ്തു. അങ്ങനെ ആ വടക്ക് ഹിമാലയൻ വെള്ളിപൂശിയ മലനിരകളെ ലക്ഷ്യമാക്കി ഏകദേശം 1 മൈലോളം ആ പുൽമേടിനെ അരിച്ചു പെറുക്കി ഞങ്ങൾ അതുവഴി നടന്നു നീങ്ങി. അതിൻ്റെ ഫലമായി ഏകദേശം 30 പക്ഷികളെയും 1 പുലിയെയും ഞങ്ങൾ അന്ന് വീഴ്ത്തി. ഓരോ വെടിയൊച്ചയും ആ താഴ്വരകളിൽ മുഴക്കം സൃഷ്ടിക്കുമ്പോൾ ആ കാട് ഭയന്നു വിറച്ചുകൊണ്ട് ഞങ്ങളെ നോക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. സിരകളിൽ ചോര തിളയ്ക്കുന്ന ആ നിമിഷങ്ങൾക്കിടയിലാണ് അപ്രതീക്ഷിതമായി ആ കാഴ്ച ഞങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നത്. ആ പുൽമേടിൻ്റെ ആഴങ്ങളിൽ നിന്നും ഒരു വലിയ മൂങ്ങ പറന്നുയരുന്ന കാഴ്ചയായിരുന്നു. എന്നാൽ അത് നമ്മൾ കാണുന്ന സാധാരണ ഒരു മൂങ്ങയല്ല. മണ്ണിൻ്റെ അടിയിൽ മാളമുണ്ടാക്കി ജീവിക്കുന്ന തീർത്ഥ പക്ഷിയേക്കാൾ 2 ഇരട്ടി വലിപ്പമുള്ള വെള്ളത്തൂവലോടുകൂടിയ കാട്ടുമാടൻ മൂങ്ങയായിരുന്നു അത്. 9ഓളം വരുന്ന നായാട്ടുകാരുടെ തോക്കുകൾ ആ മൂങ്ങയ്ക്ക് നേരെ ചൂണ്ടി. എന്നാൽ അതൊരു മൂങ്ങയായിരുന്നെന്നറിഞ്ഞപ്പോൾ അവരുടെ റൈഫിലുകൾ അതുപോലെ താഴേക്ക് താഴുകയും ചെയ്തു. സാധാരണഗതിയിൽ ആനകളുടെ സാന്നിധ്യം മനസ്സിലായി കഴിഞ്ഞാൽ 50 വാര അടി ഉയരങ്ങളിൽ മാത്രമേ ഈ മൂങ്ങകൾ പറന്നുയരാറുള്ളൂ. എന്നാൽ അന്ന് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ആകാശത്തിൻ്റെ നീലമയിൽ നിന്നും മിന്നൽ പിണർപ്പ് പോലെ ഒരു കറുത്ത രൂപം താഴേക്ക് ചാട്ടുളി പോലെ പാഞ്ഞു വന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു ഫാൽക്കനായിരുന്നു. അവൻ്റെ ലക്ഷ്യം അവിടെ നിന്നും പറന്നുയർന്ന ആ മൂങ്ങയുമായിരുന്നു. തലനാരിഴയ്ക്ക് ആ മൂങ്ങ രക്ഷപ്പെടുകയും അത് ആകാശത്തിൻ്റെ നീലിമയിലേക്ക് പറന്ന് ഉയർന്നു പോകുകയും ചെയ്തു. എന്നാൽ ഫാൽക്കൺ അതിനെ വിടാൻ തയ്യാറായിരുന്നില്ല. അതിനെ പിന്തുടരുകയും തുടരെ ആക്രമിക്കുകയും ചെയ്തു. താഴെ ആനപ്പുറത്തിരുന്നു കൊണ്ട് ഞങ്ങൾ 17 പേരും ആ കാഴ്ചയിൽ സ്തബ്ധരായി നിന്നുപോയി. ശ്വാസം പോലും വിടാൻ ഞങ്ങൾ ഭയപ്പെട്ടു. എല്ലാവരും ആകാശത്തേക്ക് ഉറ്റുനോക്കി. 100 അടി, 200 അടി, അങ്ങനെ 1000 അടി ഉയരത്തിലേക്ക് ആ പോരാട്ടം നീണ്ടു നിന്നു. മൂങ്ങയുടെ വെളുത്ത ചിറകുകൾ ആ നീലാകാശത്ത് ഒരു വെള്ളരിപ്രാവിനെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഓരോ തവണയും ഫാൽക്കൺ തൻ്റെ ഇരയെ കൊത്തി വീഴ്ത്താൻ ശ്രമിക്കുമ്പോഴും മൂങ്ങ അതിവിദഗ്ധമായി മുകളിലേക്ക് തന്നെ കുതിച്ചു. ഓരോ വേട്ടക്കാരും തങ്ങളുടെ ബൈനോക്കുലർ എടുക്കുകയും ആ കാഴ്ച ഓരോ നിമിഷം ഉറ്റുനോക്കുകയും ചെയ്തു. എല്ലാവർക്കും അറിയേണ്ടത് ആ മൂങ്ങ ആ ഫാൽക്കൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവോ ഇല്ലയോ എന്നാണ്. അങ്ങനെ മൂങ്ങയും ഫാൽക്കണും തമ്മിലുള്ള ആ പോരാട്ടം കുറച്ച് നേരങ്ങളോളം നീണ്ടു നിന്നു. അവസാനം ആ മൂങ്ങ ഒരു പൊട്ടുപോലെ അങ്ങ് ആകാശത്ത് അപ്രത്യക്ഷമായി. തൻ്റെ ഇരയെ നഷ്ടമായ വിഷമത്തിലായിരിക്കാം ആ ഫാൽക്കൺ താഴേക്ക് പറന്ന് ഒരു മരച്ചിലയിൽ വന്നിരിക്കുകയും ചെയ്തു. ആ കാഴ്ച കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. ആ ജീവി രക്ഷപ്പെട്ടതിലെ സന്തോഷമായിരുന്നു അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. അതുവരേക്കും ഏകദേശം 58 ജീവനോളം ഞങ്ങൾ കവർന്നു കഴിഞ്ഞിരുന്നു. എങ്കിലും ആ ജീവൻ രക്ഷപ്പെട്ടത് കണ്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. മനുഷ്യൻ്റെ മനസ്സ് എത്ര വിചിത്രമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഞങ്ങളുടെ ആ സന്തോഷമുണ്ടല്ലോ, അത് അധിക നേരം നീണ്ടു നിന്നില്ല. വൈകുന്നേരം തിരികെ വരുമ്പോൾ അരുവിയുടെ വശത്തുള്ള കട്ടിയുള്ള പുൽക്കാടിനുള്ളിലൂടെയായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. അവിടെ ഈർപ്പമുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ പുല്ല് കരിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ അവിടെ ഒളിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഹോഗ് ഡീറുകളെയും ബാരസിംഗിയെയും പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ അതുവഴി നീങ്ങിയത്. എൻ്റെ ആനപ്പുറത്ത് എനിക്കൊപ്പം ഹൃദയിൽ മറ്റൊരു കാഴ്ചക്കാരൻ കൂടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ലോകം നിശ്ചലമാകുന്ന ഒരു ശബ്ദം എൻ്റെ തലയ്ക്കുള്ളിൽ മുഴങ്ങി. എൻ്റെ തൊട്ടു പിന്നിലിരുന്ന ആ കാഴ്ചക്കാരൻ്റെ കയ്യിലിരുന്ന് ഹൈ വെലോസിറ്റി റൈഫിൽ അബദ്ധത്തിൽ പൊട്ടി. തോക്കിൻ്റെ കുഴൽ എൻ്റെ ചെവിയോട് തൊട്ടുരുമിയായിരുന്നു ഇരുന്നിരുന്നത്. ആ വെടിയുണ്ടയുടെ ആഘാതം, അതിൻ്റെ ഭീകരമായ ശബ്ദം എൻ്റെ ഇടത് ചെവിയുടെ ഉൾഭാഗം ആകെ തകർത്തു കളഞ്ഞു. ലോകം പെട്ടെന്ന് നിശബ്ദമായി. പക്ഷേ എൻ്റെ തലയ്ക്കുള്ളിൽ 1000 വണ്ടുകൾ ഒരേ സമയം മൂളുന്നത് പോലെ ഒരു ഭീകരമായ വേദന പടർന്നു. എൻ്റെ ജീവിതം തന്നെ മാറ്റാൻ പോകുന്ന ആ മുറിവ് ആ കാടിൻ്റെ നിശബ്ദതയിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതെന്നായിരുന്നു. ആ രാത്രിയിൽ എനിക്ക് ഉറങ്ങാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. വേദന എൻ്റെ തലച്ചോറിലേക്ക് ആകെ പടർന്നിരുന്നു. ആ രാത്രി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വേദനാജനകവുമായ ഒന്നായിരുന്നു. ചെവിക്കുള്ളിൽ ആരോ തിളച്ച ആസിഡ് ഒഴിച്ചതുപോലെ ഒരു നീറ്റൽ, തലയോട്ടി പൊട്ടിപ്പിളർക്കുന്നത് പോലെ ഒരു വേദന. ആ വെടിവെച്ച എൻ്റെ ബോധത്തെ തന്നെ തകർത്ത് കളഞ്ഞിരുന്നു. ഓരോ സെക്കൻഡിലും എൻ്റെ ഹൃദയമിടിപ്പ് പോലും ചെവിക്കുള്ളിൽ ഒരു തടിക്കഷ്ണം കൊണ്ട്
അടിക്കുന്നത് പോലെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ഉറക്കം എന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പകരം ആ ഇരുട്ടിൽ വേദനയുടെ ഓരോ തരംഗങ്ങളും ഞാൻ എണ്ണിത്തീർക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോൾ തന്നെ വേട്ട സംഘത്തോട് എനിക്ക് അടിയന്തരമായി പോകണമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിന്നും തിരികെ ഏകദേശം 25 മൈലോളം ദൂരം ആ കഠിനമായ വേദനയും സഹിച്ചുകൊണ്ട് കാലാഡൂങ്കിലേക്ക് ഞാൻ നടത്തിയ ആ യാത്രയുണ്ടല്ലോ, അതൊരു നരകയാത്രയായിരുന്നു. കാട്ടിലെ ഓരോ കാറ്റും മരച്ചില്ലയുടെ ഉരസലും എൻ്റെ തകർന്ന ചെവിക്കുള്ളിൽ ഒരു വൻ സ്ഫോടനം പോലെയാണ് ആ സമയങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ കാലാഡൂങ്കിൽ എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു യുവ ഡോക്ടറെ കാണുകയും ചെയ്തു. അയാൾ തൻ്റെ പഠനം കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മരുന്നുകളുടെ ആ ഗന്ധമുള്ള ആ ചെറിയ റൂമിലിരുന്നു കൊണ്ട് ആ ഡോക്ടർ എൻ്റെ ചെവി പരിശോധിച്ചു. ഞാൻ ഭയക്കുന്നത് സത്യമാകുമോ എന്ന് ഞാൻ ഭയന്നു. അയാൾ എൻ്റെ ചെവി പരിശോധിച്ചപ്പോൾ ആ ഡോക്ടറുടെ മുഖത്തുണ്ടായ ആ മ്ലാനത എല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഡോക്ടർ എൻ്റെ മുഖത്തേക്ക് നോക്കി. താഴ്ന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു, നിങ്ങളുടെ കർണപടം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരു വേട്ടക്കാരൻ എന്ന നിലയിൽ എൻ്റെ ആത്മവിശ്വാസം ഒരു നിമിഷം കൊണ്ട് പൂർണ്ണമായും തകർന്നുപോയി. ഒരു ശബ്ദം കേട്ടുകൊണ്ട് ഇരയെയും വേട്ടക്കാരനെയും തിരിച്ചറിയുന്ന ഒരു വേട്ടക്കാരന് കേൾവിശക്തി നഷ്ടപ്പെടുക എന്നത് മരണതുല്യമാണ്. പിന്നീട് ഞാൻ അവിടെ നിന്നും നൈനിറ്റാലിലെ എൻ്റെ വേനൽക്കാല വസതിയിലേക്ക് താമസം മാറി. അവിടെ അടുത്തുണ്ടായിരുന്ന റാംസി ഹോസ്പിറ്റലിലെ സിവിൽ സർജനായിരുന്ന കേണൽ ബാർബറയെ ഞാൻ കൺസൾട്ട് ചെയ്തു. ഞാൻ പ്രതീക്ഷയോടെ ആയിരുന്നു അദ്ദേഹത്തെ ഞാൻ കൺസൾട്ട് ചെയ്തത്. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും ഒരു മാറ്റമുണ്ടായിരുന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും വേദന കുറയുന്നതിന് പകരം തലയ്ക്കുള്ളിൽ പഴുപ്പ് നിറയാൻ തുടങ്ങി. ഓരോ തവണയും തല അനക്കുമ്പോൾ ആ പഴുപ്പ് തലച്ചോറിനെ അമർത്തുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ സഹോദരിമാർക്ക് വല്ലാത്ത പേടിയായിരുന്നു. അവർ രാവും പകലും എനിക്ക് കാവലിരുന്നു ആശുപത്രിയിൽ. അവിടെ നടത്തിയ ചികിത്സകൾക്കൊന്നും എൻ്റെ വേദന മാറ്റാതെ വന്നപ്പോൾ ഞാൻ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു. ആ പ്രവൃത്തിയിൽ നിന്നും സഹോദരിമാർ എന്നെ തടയാൻ നോക്കിയെങ്കിലും കാടിൻ്റെ വിളി കേൾക്കാതെ എനിക്കിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് തലദേശ് നരഭോജിയെ തിരയാനുള്ള എൻ്റെ യാത്രയിൽ ഈ ശരീരാവസ്ഥയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. ഈ സമയത്ത് തന്നെയാണ് അൽമോറയിലെയും നൈനിറ്റാളിലെയും ഡെപ്യൂട്ടി കമ്മീഷണർമാരായിരുന്ന ബിൽ ബെയ്സും ഹോം വിവിയനും എന്നെ തേടിയെത്തുന്നത്. അവരുടെ ജില്ലകളിൽ ആ സമയങ്ങളിൽ 2 നരഭോജികൾ നാശം വിതയ്ക്കുകയായിരുന്നു. തലദേശ് കടുവയും ചോഗർ കടുവകളുമായിരുന്നു അത്. ഈ സാഹചര്യത്തിലും ഈ വേദനകൾക്കിടയിലും ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നത് എൻ്റെ മനസ്സിനെ ശാന്തമാക്കുമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഏപ്രിൽ 4-ന് 6 ഗഡ്വാളി യുവാക്കളോടൊപ്പം ഞാൻ നൈനിറ്റാളിൽ നിന്നും പുറപ്പെട്ടു. രാം സിംഗ്, മാധവ് സിംഗ്, ഇൽഹ തുടങ്ങിയ വിശ്വസ്തരായ ആളുകളായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. അങ്ങനെ അവർക്കൊപ്പം കാൽനടയായി ഏകദേശം 14 മൈലോളം ഞാൻ സഞ്ചരിച്ച് കാഠ്ഗോദാം എന്ന സ്ഥലത്തെത്തിച്ചേർന്നു. അവിടെ നിന്നും ട്രെയിനിലാണ് ഇനി ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ യാത്ര തുടർന്നു. പിലിഭീത്തും ബലേറിയും കടന്ന് അടുത്ത ദിവസം ഉച്ചയോടെ തങ്പൂരിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. തങ്പൂരിൽ എത്തിയപ്പോൾ തന്നെ എന്നെ കാണുവാൻ വേണ്ടി ധാരാളം ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. അവർ പറഞ്ഞ വാർത്ത ഞങ്ങളെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. തലേദേശ് നരഭോജിയായ ആ കടുവയുണ്ടല്ലോ, ഞങ്ങൾ വരുന്നതിനും ഒരു ദിവസം മുന്നേ ഒരു കൊച്ചുകുട്ടിയുടെ ജീവൻ കൂടി എടുത്തിരിക്കുന്നു എന്ന്. ആ വാർത്തയുണ്ടല്ലോ എൻ്റെ ചെവിക്കുള്ളിലേക്ക് വന്ന് പതിച്ചപ്പോൾ തന്നെ എൻ്റെ വേദനയേക്കാൾ വലിയൊരു കനൽ എൻ്റെ ഉള്ളിലെരിഞ്ഞു. എൻ്റെ വേദനകളെല്ലാം ഞാൻ മാറ്റി വെച്ചുകൊണ്ട് തലേദേശ് നരഭോജിയെ പിടിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. ഇനിയും ഇവിടെ നിന്നും ഏകദേശം 24 കിലോമീറ്റർ ഉണ്ട് കാലാഡൂഗ് എന്ന സ്ഥലത്തേക്ക്. അവിടേക്കാണ് ഞങ്ങൾക്ക് എത്തേണ്ടിയിരിക്കുന്നത്. ഞങ്ങൾ അവിടേക്ക് പോകേണ്ട തയ്യാറെടുപ്പുകളെല്ലാം എടുത്ത ശേഷം അവിടേക്ക് യാത്ര തുടർന്നു. ഉരുൾപൊട്ടലിൽ തകർന്നുപോയ വഴികളിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാരമേറിയ പാണ്ടക്കെട്ടുകൾ വഹിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അതുവഴി നടന്നു വരുന്നത് വളരെ ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടുമാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര പതുക്കെ മുന്നിലേക്ക് തുടർന്നുകൊണ്ടിരുന്നു. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതോടുകൂടി പതുക്കെ ഇരുട്ട് കയറുവാനും തുടങ്ങി. അതോടെ ഞങ്ങൾക്ക് യാത്ര അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നു. ഇനിയും എവിടെയെങ്കിലും തമ്പടിക്കണം. അതിനായി ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലം ചാഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പാറയുടെ അടിഭാഗമായിരുന്നു. അവിടെയാണ് ഇന്നത്തെ രാത്രിയിൽ ഞങ്ങൾ തമ്പടിക്കുവാൻ പോകുന്നത്. ആ ചരിഞ്ഞു നിൽക്കുന്ന ആ വലിയ പാറയുണ്ടല്ലോ,
ഇന്നത്തെ ദിവസം ആ വലിയ പാറയാണ് ഞങ്ങൾക്ക് സംരക്ഷണമേകുവാൻ വേണ്ടി പോകുന്നത്. ആ നീണ്ടുനിന്ന ആ വലിയ യാത്ര വന്ന് അവസാനിച്ചത് ഈ ചരിഞ്ഞു നിൽക്കുന്ന ഈ പാറയുടെ അടിഭാഗത്താണ്. വിശപ്പും തളർച്ചയും കൊണ്ട് വിവശനായിരുന്നു ഞാൻ. അന്നത്തെ രാത്രിയിൽ ആ പാറയുടെ തണലിൽ ഞാനൊന്ന് കിടന്നു. എൻ്റെ കൈവശമുണ്ടായിരുന്ന ആ പൈപ്പെടുത്ത് പതിയെ വലിക്കുവാനും തുടങ്ങി. അങ്ങനെ പതുക്കെ പൈപ്പൊക്കെ വലിച്ചുകൊണ്ട് ഞാൻ ഏതൊക്കെയോ ചിന്തകളിൽ മുഴുകി. പുഴയ്ക്കപ്പുറമുള്ള ആ നേപ്പാൾ കുന്നുകളിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. 3 തീപ്പന്തങ്ങൾ പോലെ ചില വെളിച്ചങ്ങൾ ആ മലഞ്ചെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. കാട്ടുതീയാണോ എന്ന് ഞാൻ ഒരു നിമിഷം സംശയിച്ചു. പക്ഷേ ഞാൻ അവിടെ കണ്ട ആ വെളിച്ചങ്ങൾക്ക് ജാലയോ പുകയോ ഇല്ലായിരുന്നു. അതുമാത്രമല്ല, അവ കാറ്റിൽ ആടുകയോ കെട്ടുപോകുകയോ ചെയ്യുന്നില്ല. പിന്നീട് അതിന് പുറമെ കൂടുതൽ വെളിച്ചങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഏതോ രാജാവ് തൻ്റെ വേട്ടക്കിടയിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരയുവാൻ ആളുകളെ അയച്ചതുപോലെയാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എൻ്റെ കൂടെയുള്ളവരും ആ വിചിത്രമായ കാഴ്ച കണ്ടു. അവരും അങ്ങനെ അമ്പരന്ന് നിന്നു. ഏകദേശം 150 വാര അകലെയുള്ള ആ കുന്നുകളിൽ നിന്നും യാതൊരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല. നേരം വെളുത്തപ്പോൾ തന്നെ എൻ്റെ ഫീൽഡ് ഗ്ലാസ്സിലൂടെ ആ പ്രദേശം ഞാനൊന്ന് നിരീക്ഷിച്ചു. ഒരു മനുഷ്യർക്കും അവിടെ നിൽക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള കുത്തനെയുള്ള പാറകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വെളിച്ചങ്ങൾ എവിടെ നിന്നുമാണ് വന്നത്? അതൊരു നിഗൂഢതയായി അങ്ങനെ തുടർന്നു. പിന്നീട് എനിക്കൊപ്പം ഉണ്ടായിരുന്ന ഗംഗാറാം എന്ന ആൾ അടുത്തുള്ളായിരുന്ന ഒരു അമ്പലത്തിലെ പൂജാരിയോട് ചോദിച്ചപ്പോഴാണ് ആ കഥ അറിയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമീണൻ താൻ ദൈവത്തിനൊപ്പമാണെന്ന് വിശ്വസിച്ചു. അയാൾ അഹങ്കാരിയായി തീരുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ദേവി അയാളെ ആ കുന്നിന് മുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞു. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം എന്ന പോലെ ആ ദേവിയെ അയാൾ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ കത്തിച്ചു വെക്കുന്ന വിളക്കുകളാണ് എന്നതാണ് ഇവിടുത്തെ ആളുകളുടെ വിശ്വാസമെന്നാണ് ആ പൂജാരി പറഞ്ഞത്. വിശ്വാസങ്ങൾ എന്തു തന്നെയായാലും ഞാൻ കണ്ട ആ കാഴ്ചയ്ക്ക് ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകുവാൻ ഇപ്പോഴും എനിക്ക് കഴിയുന്നില്ല. എൻ്റെ വേദനയേകുന്ന ചെവിയേക്കാൾ വലിയൊരു നിഗൂഢമായ ആ വെളിച്ചങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്നുണ്ട്. അടുത്ത 6 മണിക്കൂർ വിശ്രമമില്ലാത്ത നടത്തമായിരുന്നു. ഗംഗാറാം എൻ്റെ ക്യാമറയും പിടിച്ചുകൊണ്ട് എനിക്കൊപ്പം തന്നെ നടന്നിരുന്നു. ബാക്കി 6 പേരും ഞങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ ചുമന്നുകൊണ്ട് ഞങ്ങൾക്ക് പിന്നാലെ ആ കൊടുങ്കാട്ടിലൂടെ നടന്നു. ശാരദാ നദിയുടെ തീരത്തുകൂടിയും വലിയ കുന്നുകൾ കയറിയും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ തലാദേശ് ലക്ഷ്യമാക്കി ഞങ്ങൾ കുതിച്ചു. 4000 അടി ഉയരമുള്ള ആ വലിയ മല കയറുക എന്നത് ആ ഏപ്രിൽ മാസത്തിലെ കഠിനമായ ചൂടിൽ വലിയ പരീക്ഷണം തന്നെയായിരുന്നു. സൂര്യൻ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ആളിപ്പടരുന്നു. നിഴൽ പോലും ഞങ്ങളെ സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ. ആ കുത്തനെയുള്ള പാതയിലൂടെ നടക്കുമ്പോഴും എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ഉള്ളിലെ വേട്ടക്കാരന് യാതൊരു തളർച്ചയും ഉണ്ടായിരുന്നില്ല. വളവുകളൊന്നുമില്ലാത്ത നേരിട്ട് മുകളിലേക്ക് കുതിക്കുന്ന ആ വഴി മനുഷ്യന് സാധ്യമായതിലും അതികഠിനമായിരുന്നു. ഓരോ ചുവടും വലിയ ഭാരത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ശ്വാസം മുട്ടിക്കുന്ന ആ ചൂടിൽ വായു പോലും തിളയ്ക്കുന്നത് പോലെ തോന്നി. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിക്കുവാൻ തിടുക്ക് കൂട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ആ ചെറിയ ഗ്രാമത്തിൻ്റെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ചുക്ക എന്ന ഗ്രാമത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആ ഗ്രാമത്തിലെ ഗ്രാമീണർ ഞങ്ങൾക്ക് വലിയ മുന്നറിയിപ്പാണ് നൽകിയത്. സായിപ്പേ, ഈ ഗ്രാമത്തിൽ മനുഷ്യർ ഉള്ളത് കൊണ്ട് തന്നെ ആ ആദങ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നരഭോജി ഇപ്പോഴും ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം. അവിടുത്തെ ആളുകൾ പറഞ്ഞ ആ വാക്കുകൾ അത് ഞങ്ങളെ വല്ലാതെ ചിന്തിപ്പിച്ചു. ആ കടുവയുടെ കണ്ണുകൾ എവിടെ നിന്ന് വേണമെങ്കിലും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാകാം എന്ന ബോധം എൻ്റെ സിരകളിൽ തണുപ്പ് നിറച്ചു. യാത്ര ചെയ്ത് ശരിക്കും തളർന്നു പോയ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ആ ഗ്രാമത്തിൽ തങ്ങുകയല്ലാതെ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള 2 കുടുംബങ്ങളുടെ മുഖത്ത് ഞങ്ങളെ കണ്ടപ്പോൾ വിരിഞ്ഞ ആ ആശ്വാസമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എനിക്ക് വേണ്ടി ഒരു മരത്തിൻ്റെ താഴെ ഞാനൊരു കൂടാരം അടിച്ചു. ആ തണുത്ത രാത്രിയിൽ ആകാശം ഞങ്ങൾക്ക് പുതപ്പായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു റാന്തലും ഒരു റൈഫിലും മാത്രമായിരുന്നു. ആ നിശബ്ദമായ രാത്രിയിൽ ഞാൻ എൻ്റെ പദ്ധതികൾ ഒന്നൊന്നായി മെനഞ്ഞു. ബിൽ ബെയ്സ് ഗ്രാമത്തലവന് നൽകിയ ഉത്തരവ് എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അത് ഇതായിരുന്നു: ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ശവശരീരം അവിടെ നിന്ന് മാറ്റരുത്. ആ പിഞ്ചുപാളിനെ കടുവ കൊന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിരിക്കുന്നു. ഇനിയും അവിടെ ചെന്നാൽ എന്താകും കാണുക എന്ന് എനിക്കറിയാമായിരുന്നു. സമയം ഒരു വലിയ ശത്രുവിനെ പോലെ ഞങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എവിടെയൊക്കെയോ ഉള്ള പ്രതീക്ഷയുടെ ഒരു നുറുങ്ങുവെട്ടമാണ് ഞങ്ങളെ മുന്നിലേക്ക് നയിക്കുന്നത്.
ആ ഇരുട്ടിൽ എവിടെ നിന്നോ ഒരു കാട്ടുമൃഗം നിലവിളിക്കുന്നത് കേട്ടപ്പോൾ അറിയാതെ എൻ്റെ കൈകൾ എൻ്റെ തോക്കിലമർന്നു. വേദന കൊണ്ട് മരവിച്ച ആ രാത്രിയിൽ വരാനിരിക്കുന്ന പോരാട്ടത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അങ്ങനെ എപ്പോഴോ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ എൻ്റെ സംഘം യാത്രയ്ക്ക് തയ്യാറെടുത്തു. ചെവിക്കുള്ളിലെ വേദന അപ്പോഴും ഒരു മുള്ളുപോലെ എൻ്റെ ഉള്ളിൽ കുത്തുന്നുണ്ടായിരുന്നു. എൻ്റെ ടെൻറ്റ് സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ മുന്നിലുള്ള ആ നീരുറവയിലുണ്ടല്ലോ, ഞാനൊരു കുളി പാസാക്കി. അപ്പോഴേക്കും എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഊർജ്ജമെല്ലാം തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നി. ആകാശത്ത് നേരിയ വെളിച്ചം പടർന്നു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. തൻപൂരിലെ ആ താഴ്വരയിൽ പുകമഞ്ഞ് പുതച്ചു കിടക്കുന്നത് ദൂരെ നിന്നും കാണാമായിരുന്നു. എൻ്റെ കൈവശമുണ്ടായിരുന്ന .275 മൗസർ റൈഫിൾ ഞാൻ ഒന്നുകൂടി വൃത്തിയാക്കി. അതിൻ്റെ മാഗസീനിലേക്ക് 5 വെടിയുണ്ടകൾ നിറച്ചു. ഓരോ തിരയും തോക്കിനുള്ളിലേക്ക് കയറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ലോഹശബ്ദം എൻ്റെ സിരകളിലേക്ക് ആ പഴയ വേട്ടക്കാരൻ്റെ വീര്യം തിരിച്ചു കൊണ്ടുവന്നു. ചുക്ക ഗ്രാമത്തിലുള്ള ഗ്രാമവാസികളുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവരോട് എത്ര സംസാരിച്ചെങ്കിലും കടുവ ഏത് ദിശയിലേക്കാണ് പോയതെന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. ഭയം അവരുടെ നാവുകളെ കെട്ടിയിട്ടിരുന്നു. ഞങ്ങൾ വീണ്ടും ആ കാട്ടുപാതയിലേക്ക് ഇറങ്ങി. ചുറ്റും ഒന്നുകൂടി നിരീക്ഷിച്ചു. മരങ്ങളിൽ കടുവയുടെ നഖങ്ങളുടെ പാടുകൾ ഞങ്ങൾ കണ്ടെത്തി. തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ അടയാളപ്പെടുത്തിയ ആ പാടുകൾ. എന്നാൽ മരത്തിൽ കോറിയിട്ട ആ പാടുകൾ പഴയ പാടുകളായിരുന്നു. എന്നാൽ ഞങ്ങൾ തിരയുന്ന ആ ശത്രു ഇവിടെ തന്നെ ഉണ്ട് എന്നതിന് ഒരു വലിയ തെളിവ് തന്നെയായിരുന്നു അത്. കാടിൻ്റെ നിശബ്ദതയ്ക്ക് ഒരു വല്ലാത്ത കനമുണ്ടായിരുന്നു. ഇലകൾ അനങ്ങുന്ന ശബ്ദം പോലും ഒരു വലിയ നിലവിളി പോലെയാണ് എൻ്റെ തകർന്ന ചെവിയിൽ എനിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ തമാലി എന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ ആളുകൾ എന്നെ സ്വീകരിച്ചത് ഒരു മഹാരാജാവിനെ സ്വീകരിക്കുന്നത് പോലെയായിരുന്നു. എൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന ആ റൈഫിൾ കണ്ടപ്പോഴേ തങ്ങളുടെ ദുരന്തത്തിന് ഒരു അറുതി വരുമെന്ന് അവർ വിശ്വസിച്ചു. 8-10 വർഷങ്ങളായി ആ ഗ്രാമം നരഭോജിയുടെ നിഴലിലായിരുന്നു. ആ ഗ്രാമത്തിൽ നിന്നും വിറക് വെട്ടുവാൻ പോയ ബച്ചൻ സിംഗും പുല്ല് ചെത്താൻ പോയ കുന്ദൻ്റെ അമ്മയുമെല്ലാം ആ മൃഗത്തിൻ്റെ ഇരകളായി മാറിക്കഴിഞ്ഞിരുന്നു. ഓരോ ആളുകളുടെയും കഥ കേൾക്കുമ്പോൾ ആ നരഭോജിയുടെ ക്രൂരത എൻ്റെ ഉള്ളിൽ ഒരു കനൽ പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു. തമാലിയിൽ നിന്നും തല്ലോക്കോട്ടയിലേക്കുള്ള യാത്രയിൽ വഴിയോരങ്ങളിൽ മരച്ചില്ലകൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും അടയാളങ്ങളിട്ടു. എൻ്റെ പിന്നാലെ വരുന്ന ആളുകൾക്ക് വഴി തെറ്റാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ഏറെ ദൂരം സഞ്ചരിച്ച് അവസാനം തലോക്കോട്ടയിൽ എത്തിച്ചേർന്നു. തലോക്കോട്ടയിലെ കവാടം കടന്നപ്പോൾ തന്നെ അവിടുത്തെ ആളുകൾ ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു, സാഹിബ് വന്നേ, സാഹിബ് വന്നേ എന്ന. അവിടെ എത്തിയപ്പോഴും ഞങ്ങളെ കാത്തിരുന്നത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു ദുരന്ത വാർത്ത തന്നെയായിരുന്നു. 2 ദിവസം മുന്നേ ആ കടുവ ഇവിടെ എത്തി ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോയി എന്ന വാർത്തയായിരുന്നു ഞങ്ങൾ കേട്ടത്. ആ സ്ത്രീയുടെ 17 വയസ്സുള്ള മകൻ ഡുംഗർ സിംഗ് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവൻ്റെ കണ്ണുകളിൽ കണ്ണീരല്ല, പകരം വല്ലാത്ത നിശ്ചയദാർഢ്യമായിരുന്നു. സാബ്, എൻ്റെ അമ്മയെ ആ മൃഗം പിടിച്ച ഇടം ഞാൻ കാണിച്ചു തരാം. ഈ കാര്യം അവൻ എന്നോട് പറഞ്ഞപ്പോൾ അവൻ്റെ ആ ധൈര്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആ ബാലൻ നിരായുധനാണെങ്കിലും ആ മരണത്തിൻ്റെ ഗുഹയിലേക്ക് എന്നെ നയിക്കാൻ അവൻ തയ്യാറായിരുന്നു. മലഞ്ചെരിവിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ ആ കാടിൻ്റെ ഭാവമാകെ മാറി. ഉയരമുള്ള പുല്ലുകൾക്കിടയിൽ എവിടെയോ ആ നരഭോജി ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ലെങ്കൂർ കുരങ്ങുകളും ബാർക്കിംഗ് ഡിയറുകളും അലാറം വിളികളോടെ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകി. എൻ്റെ ഇടത് ചെവിയുടെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടതിനാൽ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ എൻ്റെ വലത് ചെവിയുടെ ഭാഗത്തേക്ക് വന്ന് മന്ത്രിക്കണമെന്ന് ഞാൻ ഡെങ്കുവിനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുവരും ആ താഴ്വരയുടെ ആഴങ്ങളിലേക്ക് നടന്നു. അവിടെ ഞങ്ങൾക്ക് ആകാശത്തേക്ക് മുട്ടുന്ന വലിയ പാറക്കഷ്ണങ്ങൾ കാണുവാൻ സാധിച്ചു. അതിൻ്റെ അടിയിലുള്ള ഉണങ്ങിയ ഇലകളിൽ രക്തത്തിൻ്റെ മണം ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ താഴ്വരയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ കാട് അതിൻ്റെ ഭീകരത പുറത്തെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഡെങ്കു സിംഗ് മുന്നിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ ഓരോ കാൽവെപ്പും വന്യമായ ആ നിശബ്ദതയെ കീറി മുറിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഡുങ്കർ അവിടെ നിന്നു. അവൻ കഴുത്ത് തിരിച്ച് മുകളിലേക്ക് കുന്നിൻ ചെരുവിലേക്ക് നോക്കി. അവിടെ ഞങ്ങൾ കുറച്ചു മുമ്പ് നിന്നിരുന്ന ആ പാറയുണ്ടല്ലോ, ആ പാറയുടെ മുകളിൽ ഗ്രാമവാസികൾ വരിവരിയായി നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. അവർ നിന്ന് താഴേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവരുടെ രൂപങ്ങൾ ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ കറുത്ത നിഴലുകൾ പോലെയാണ് കണ്ടത്. ഡെങ്കുവിൻ്റെ സഹോദരൻ മുകളിൽ നിന്നും കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്നും വ്യക്തമാകുന്നില്ല. ഒരു കാര്യം മാത്രം മനസ്സിലാകുന്നുണ്ടായിരുന്നു, അവനും പരിഭ്രാന്തിയിലാണ്.
ഡിങ്കർ തൻ്റെ കൈകൾ ചെവിക്ക് പിന്നിൽ ചേർത്ത് വെച്ച് അവൻ്റെ സഹോദരൻ പറയുന്ന വാക്കുകൾ പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചു. അവൻ പതുക്കെ തലയാട്ടി. പിന്നെ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ കേൾവിശക്തിയുള്ള ചെവിക്കരികിൽ വന്ന് മന്ത്രിച്ചു. തൻ്റെ സഹോദരൻ പറഞ്ഞത് ഇതാണ് സാഹിബ്. താഴെ ആ കാണുന്ന ബെഞ്ചർ പറമ്പിന് അപ്പുറത്ത് എന്തോ ചുവന്ന നിറത്തിൽ കാണുന്നുണ്ടെന്ന്. അത് കേട്ടതും എൻ്റെ കൈവശമുണ്ടായിരുന്ന ബൈനോക്കുലർ എടുത്ത് ഞാൻ അവിടേക്ക് നിരീക്ഷണം നടത്തി. അവിടെ ആളിൽ പറഞ്ഞ് ശരിയാണ്, ഒരു ചുവന്ന പൊട്ടുപോലെ എന്തോ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മരക്കഷ്ണമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലാകാം, അല്ല എങ്കിൽ സാമ്പാമാനിൻ്റെ പിൻവശമാകാം, ഒന്നുമല്ല എങ്കിൽ ആ നരഭോജിയായ ആ കടുവയുമാകാം. ആ നിമിഷം മുതൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പേഷ്കറും തോക്കുധാരിയും വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അവരുടെ വിറയ്ക്കുന്ന കൈകൾ തോക്കിൻ്റെ കുഴലിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലും ആ നിശബ്ദതയിൽ അരോചകമായി തോന്നി. അവർ എൻ്റെ ശ്രദ്ധ തിരിക്കുമെന്നും നരഭോജി അവരെ പിടിക്കുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആ തോക്കുധാരിയുടെ പക്കൽ നിന്നും അവൻ്റെ ഷോട്ട് ഗണ്ണ് വാങ്ങി. അതിലെ തിരകൾ ഒഴിവാക്കി. എന്നിട്ട് പതുക്കെ ഒരു മരത്തിലേക്ക് വിരൽ ചൂണ്ടി അവരോട് മന്ത്രിച്ചു. മുകളിലേക്ക് കയറിയിരുന്നോളൂ, താഴെ നടക്കാൻ പോകുന്നത് കണ്ടോളൂ. ഭയം കൊണ്ട് വിറച്ചു നിന്ന അവർ ആ മരത്തിലേക്ക് വലിഞ്ഞു കയറുന്ന കാഴ്ച കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. നരഭോജിയെ കൊല്ലാനുള്ള അവരുടെ ആവേശം ആ നിമിഷം ഇല്ലാതായിരുന്നു. പിന്നെ ഞാനും ഡുങ്കറും മാത്രമായി അവിടെ അവശേഷിച്ചു. ഞങ്ങൾ പതിയെ മുന്നിലേക്ക് നടന്നു. ആ ബെഞ്ചർ പറമ്പിലൂടെ ഞങ്ങൾ പതിയെ മുട്ടിലിഴഞ്ഞ് നീങ്ങുവാൻ തുടങ്ങി. ഏപ്രിൽ മാസത്തിൻ്റെ വെയിലിൽ ചുട്ടുപഴുത്ത ആ മണ്ണ് എൻ്റെ കൈപ്പത്തികളെ പൊള്ളിച്ചു. അവിടുത്തെ ഉണങ്ങിയ പുല്ലുകളുണ്ടല്ലോ, അതെൻ്റെ കയ്യിലും കാലിലുമെല്ലാം മുറിവുകൾ ഉണ്ടാക്കി. ഞങ്ങളുടെ ശ്വാസം ഓരോ തവണയും പുറത്തേക്ക് വിടുമ്പോൾ അത് പുല്ലുകൾക്കിടയിൽ മർമ്മരമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ ഇഞ്ചും വളരെ സമാധാനത്തോടെയാണ് മുന്നിലേക്ക് നീങ്ങിയത്. എൻ്റെ ഹൃദയമെടുപ്പ് പണ്ട് തകർന്നുപോയ എൻ്റെ ചെവിക്കുള്ളിൽ ഒരു പെരുമ്പറ കണക്കെ മുഴങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഇഴഞ്ഞിഴഞ്ഞ് ആ പറമ്പിൻ്റെ അറ്റത്തുള്ള ഒരു വലിയ പാറയുടെ മറവിലെത്തി. താഴെയുള്ള താഴ്വരയിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനായില്ല. ഏതാണ്ട് 120 വാരയകലെ ഒരു ചെറിയ അരുവിയുടെ കരയിൽ 2 വമ്പൻ കടുവകൾ സുഖമായി ഉറങ്ങിക്കിടക്കുന്നു. ഒന്ന് ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നു, മറ്റേത് കാലുകൾ ആകാശത്തേക്ക് നീട്ടി മലർന്നു കിടക്കുകയാണ്. അവയുടെ വാലുകൾ ആ കാറ്റിൽ മെല്ലെ മെല്ലെ അനങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എത്രത്തോളം അവിടെ സുരക്ഷിതരാണെന്ന് അവർക്ക് ഉറപ്പുള്ളതുപോലെ എനിക്ക് തോന്നി. ഞങ്ങൾ തിരയുന്ന ആ നരഭോജിക്ക് ഒരു പങ്കാളി കൂടി ഉണ്ടെന്ന് ഞാൻ അപ്പോൾ മാത്രമാണ് മനസ്സിലാക്കിയത്. എൻ്റെ വിരലുകൾ മെല്ലെ തോക്കിൻ്റെ ട്രിഗറിലേക്ക് നീങ്ങി. എൻ്റെ ലക്ഷ്യം ആ ദൂരെയുള്ള കടുവയായിരുന്നു. ഞാൻ കൈകൾ നിലത്തുറപ്പിച്ചു. തോക്കിൻ്റെ കുഴൽ ആ കടുവയുടെ ഹൃദയത്തിന് നേരെ തിരിച്ചു. ആ നിമിഷം കാട് മുഴുവൻ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്നതായി എനിക്ക് തോന്നി. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, ദാരുണമായ ആ വെടിയൊച്ച താഴ്വരയെ പിടിച്ചുകുലുക്കി. ആ വെടിയൊച്ച താഴ്വരയുടെ ഹൃദയത്തെ പിളർക്കുന്നത് പോലെയാണ് മുഴങ്ങിയത്. കോർബറ്റിൻ്റെ തിര ലക്ഷ്യം ഭേദിച്ചു കാണുമോ? ഏത് കടുവയാണ് മരണപ്പെട്ടിരിക്കുക? അതോ ആ കടുവ രക്ഷപ്പെട്ട് കാണുമോ? ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത കഥയിൽ പറയുന്നതായിരിക്കും. ഈ കഥ അത്രയും വലിയ കഥയായതുകൊണ്ട് തന്നെ എത്ര പാർട്ടിൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്കുറപ്പില്ല. എങ്കിലും കഴിയുന്നത്ര വേഗം ഈ കഥ അവസാനിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.